തമിഴ്നാട്ടിലേക്ക് കിട്ടുന്ന ഉള്ളിപ്പക്കോടയില്ലേ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കിലോ സവോളയാണ്. നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് ഇതിർത്തി എടുക്കുക. ഇനി ഇതിലേക്ക് 25 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം പച്ചമുളക്, ഇതെല്ലാം ഒന്ന് ചതച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം മുഴുവനോടെയുള്ള ഒരു അല്പം ഗരം മസാല, ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല തിളച്ച ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു വലിയ സ്പൂൺ നിറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ച ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ. നമ്മൾ ചേർക്കുന്ന മാവ് അതിൽ നല്ലപോലെ പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 250 ഗ്രാമോളം കടലപ്പൊടിയാണ്. അത് കുറേശ്ശെ ആയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ വെള്ളം ചേർക്കാറില്ല. ആ ഉള്ളിയിലുള്ള വെള്ളവും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ മതിയായിരിക്കും കേട്ടോ. കൂടുതൽ വെള്ളം ചേർക്കരുത്. നമുക്കിത് ഉള്ളിവടയെല്ലാം ഉണ്ടാക്കുന്നത് ഉള്ളി പക്കോടയാണ്. അപ്പോൾ ഫുൾ ഉള്ളിയും മാവും എല്ലാം നല്ലതുപോലെ വറുത്ത് കിട്ടണം. അതിന് വേണ്ടിയായിട്ട് നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് വേണം പിന്നീട് കുക്ക് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ഫ്ലെയിം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഒരു പകുതി ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ക്രിസ്പി ആകുന്നത് വരെ വറുത്ത് കോരണം കേട്ടോ. ഏകദേശം ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞാൻ വറുത്ത് കോരിയത്. എന്നാലും കുറച്ച് നേരം കൂടെ ഇരിക്കുമ്പോൾ കുറേ കൂടെ നല്ല ക്രിസ്പിയാകും. നമുക്കിത് ഏകദേശം ഒരാഴ്ചയോളം നമുക്ക് ടിന്നിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാൻ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പക്കോടയാണ്. എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം മഴയാണ്, ചായയുടെ കൂടെ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.